ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു ഗോവിന്ദേട്ടൻ്റെ കൂടെ പോവുകയാണ് റിസോർട്ടിലേക്ക്. അതേസമയത്ത് സുവർണ എല്ലാം റെക്കോർഡ് ചെയ്ത് പ്രൂഫെല്ലാം കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അജാസ് പയ്യെ ചെന്നിട്ട് സുവർണയോട് പറയുന്നുണ്ട്, നീ എന്താ ഓർത്ത് ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ? എൻ്റെ കണ്ണ് പരുന്തിനെ പോലെയാണെന്നും പറഞ്ഞ് ആ മൊബൈൽ തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അജാസ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. നീ വിചാരിക്കുന്നൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സുവർണയോട് കുറച്ചൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട്. സുവർണയാണെങ്കിൽ നീ ചെയ്യുന്നതിന് നിനക്ക് താമസിക്കാതെ കിട്ടും, നിൻ്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് സുവർണ അവിടെ നിന്ന് പോവുകയാണ്. അജാസ് സുവർണയുടെ ഫോൺ കൈക്കലാക്കിയിട്ട് അജാസ് ഓർക്കുകയാണ്, രാധികാമ്മ എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. രഞ്ജു ഉറപ്പായിട്ടും വിജയലക്ഷ്മിയുടെ മകളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സുവർണേനെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് ഗീതുവിനെ അറിയിക്കണം, അല്ലാണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഇവിടും ഗീതുവിനും ആപത്താണെന്നും പറഞ്ഞ് അജാസ് അവിടെ നിന്ന് പയ്യെ പോവുകയാണ്. പിന്നെ കാണിക്കുന്ന റിസോർട്ടിലെ രംഗമാണ്. റിസോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനോട് ചോദിക്കണം എന്ന് ഓർത്തിരിക്കുകയാണ്. ഇവളിനി ഞാൻ വിജയലക്ഷ്മിയുടെ മകനാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഓരോന്ന് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ്. ഗോവിന്ദ് എന്താ പറയുന്നതെന്നുള്ള ടെൻഷനിലാണ് അതേസമയത്ത് നമ്മുടെ ഗീതു ഇരിക്കുന്നത്. ഗീതു കൂടെ ടെൻസ്ഡായിട്ടാണ് ഇരിക്കുന്നത്. ഗീതു ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഓർത്ത് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. ഗോവിന്ദിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഗീതു ഇതേ സമയത്ത് ഒരു പാട്ടൊക്കെ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദ് പാട്ട് ഓഫ് ആക്കിയിട്ട് പറയുന്നു, റിസോർട്ടിലോട്ട് ചെല്ലട്ടെ, ഞാൻ ഇതിലും വലിയ പാട്ട് നിന്നെ കേൾപ്പിക്കാം, ഒരു പൂരപ്പാട്ട് തന്നെ നിനക്ക് വേണ്ടി റെഡിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം പേടിച്ച് നമ്മുടെ ഗീതുവും റിസോർട്ടിലെത്തുകയാണ്. റിസോർട്ടിലെത്തുന്ന സമയത്ത് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ധ്യാനിൻ്റെ നമ്പർ കിട്ടുന്നത്, ധ്യാനിനെ പറ്റി നീ എങ്ങനെ അറിഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, രഞ്ജുവിൻ്റെ കൂടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് രഞ്ജു തന്നെ ധ്യാനിനെ പറ്റി പറഞ്ഞതെന്ന് കള്ളം പറയുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ധ്യാനിൻ്റെ നമ്പർ കിട്ടിയത് ഗോവിന്ദേട്ടൻ്റെ ഫോണിൽ നിന്നാണ്. അന്നൊരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പം ഗോവിന്ദേട്ടൻ ഒരു ദിവ്യ വെളിച്ചം കണ്ടില്ലായിരുന്നു. ആ സത്യത്തിൽ ദിവ്യ വെളിച്ചമല്ലായിരുന്നു. ഞാൻ ഗോവിന്ദേട്ടൻ്റെ ഫോൺ എടുത്ത് ഫേസ് ഐ ഡി വെച്ച് ഞാൻ ആ വിവരം എന്നുവെച്ചാൽ ആ ഡീറ്റെയിൽസ് ചോർത്തി എടുത്തതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇവിടെ ചെയ്തൊരു നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് നല്ലതല്ലേ ഉണ്ടായുള്ളൂ എന്ന് ഓർത്ത് ഗോവിന്ദ് അങ്ങ് കണ്ണടക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രഞ്ജു വിളിക്കുന്നുണ്ട്, അവരും റിസോർട്ടിലെത്തിയെന്ന് പറഞ്ഞ്. അങ്ങനെ രഞ്ജു റിസോർട്ടിലെത്തിയിട്ടുണ്ട്. രഞ്ജു ധ്യാനിനെയും കൊണ്ട് വന്ന സ്ഥലത്തോട്ട് പയ്യെ ഇവർ രണ്ടും കൂടെ ചെല്ലുകയാണ്. ഇവർ രണ്ടും കൂടെ ചെല്ലാൻ നേരത്ത് നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, ഭാവി കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടല്ലേ വന്ന്, കല്യാണം എത്രയും പെട്ടെന്ന് വേണം, ധ്യാൻ ഒരാഴ്ചയും കൂടെ വെക്കേഷൻ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗീതവും ധ്യാനും പരസ്പരം നോക്കുന്നുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞൊരു ജീവിതം എന്തായാലും രഞ്ജുവിന് പറ്റില്ല, അത് അവളെ ബാധിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഇവർ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് രഞ്ജുവിനെ കൺവിൻസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഈ കല്യാണത്തിന് മുമ്പ് കൊടൈക്കനാലിലെ മഞ്ഞ് പോലെയൊക്കെയാണ് പ്രേമം, അത് കഴിയുമ്പോൾ ഗുണാക്കേവ് പോലെ ആയിരിക്കും ഭർത്താക്കന്മാരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കുറച്ച് നാളുകൂടെയൊക്കെ ഇങ്ങനെ പ്രേമിച്ച് നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ധ്യാനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ധ്യാൻ എനിക്ക് ധ്യാനോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ധ്യാൻ നമ്മുടെ ഗോവിന്ദേട്ടൻ്റെ കൂടെ പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ അജാസ് റിസോർട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രഞ്ജു ഇതും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തോട്ട് അജാസ് എന്നിട്ട് അജാസ് പറയുന്നുണ്ട്, പെങ്ങളോട് എനിക്കൊരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രഞ്ജുവിനോട് പെർമിഷൻ മേടിച്ച് നമ്മുടെ ഗീതു അജാസിൻ്റെ അടുത്ത് ചെല്ലുവാണ്. അപ്പോൾ അജാസ് ഇങ്ങനെ സുവർണയെ കണ്ടതും രാധികാമ്മയ്ക്ക് വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും സുവർണ അവിടെ വന്നിട്ടുണ്ടാവുക എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇനി ഗീതു എല്ലാം മനസ്സിലാക്കിയോ എന്ന സംശയവും രാധികാമ്മയ്ക്കുണ്ട്, ഉണ്ടെങ്കിലും രാധികാമ്മ അത് മനസ്സിൽ വെച്ച് ആയിരിക്കും പ്രവർത്തിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്ന് നമ്മുടെ രാധികാമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഗീതു പറയുകയാണ്. കാരണം അന്നൊരു ദിവസം പ്രിയമോളെ ഉപയോഗിച്ച് ഗോവിന്ദനോട് രഞ്ജുവിനെ അവിടെ അറക്കിൽ കയറ്റരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഗീതു ഓർക്കുകയാണ്. അത് ഉറപ്പാണ്. പക്ഷേ രാധികാമ്മ ഗീതു എല്ലാം അറിഞ്ഞിട്ടുണ്ട്, സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുവരെ ഉറപ്പില്ല. പക്ഷെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ധ്യാനുമായിട്ട് സംസാരിക്കുന്ന ഗോവിന്ദേട്ടനെയാണ്. ഗോവിന്ദേട്ടൻ ധ്യാനോട് പറയുന്നുണ്ട്, എനിക്ക് രഞ്ജു പെങ്ങളെപ്പോലെയാണെന്ന്. പക്ഷേ ആ സത്യമൊക്കെ രഞ്ജു ഓൾറെഡി ധ്യാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധ്യാനും
ഗോവിന്ദേട്ടൻ്റെ ഈഗോ ഹർട്ട് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതെനിക്കറിയാം ഗോവിന്ദേട്ട, രഞ്ജു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് രഞ്ജുവിൻ്റെ അമ്മയായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ അച്ഛനുമായിട്ട് അവരൊരു ഫിനാൻഷ്യൽ പാർട്ട്ണറായിരുന്നു ഞങ്ങളുടെ ബിസിനസ്സിന്. അച്ഛൻ ഫിനാൻഷ്യലി മോശമായപ്പോഴേക്കും ആ സ്ത്രീ അച്ഛനെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയാണ്. എന്നാൽ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട കടത്തിൻ്റെ എമൗണ്ട് എൻ്റെ അച്ഛൻ ഒരു ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് എല്ലാം ഞാൻ രഞ്ജുവിന് വേണ്ടി തരാൻ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ധ്യാൻ പറയുന്നുണ്ട്, അത് ആൻറ്റിയുമായിട്ട് എന്ന് വെച്ചാൽ വിജയലക്ഷ്മിയായിട്ടുള്ള ഗോവിന്ദേട്ടൻ്റെ ഇത് ബിസിനസ്സല്ലേ, കാര്യങ്ങളല്ലേ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആ കാശും വേണ്ട, ഞാൻ ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടുമില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഗോവിന്ദേട്ടൻ പറയാണ്, ഒരു ത്യാഗമായിട്ട് എൻ്റെ പെങ്ങളെ സ്വീകരിക്കുന്നതിന് ഒരു ത്യാഗമായിട്ട് ഇത്രയൊക്കെ ത്യാഗം സഹിക്കുന്ന ധ്യാനി ഞാൻ എന്തെങ്കിലും തരണ്ടേന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഇത് ത്യാഗമല്ലല്ലോ, ഇതൊരു സ്നേഹമാണ്. അന്നാണെങ്കിൽ കൂടി ഞാൻ രഞ്ജുവിനെ ഉപേക്ഷിച്ച് പോയത് എനിക്ക് അവളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആ വാശിക്കലും അവൾ ഇനിയും ജീവിക്കണമെന്ന് ഓർത്ത് മാത്രമേ ഞാൻ ഉപേക്ഷിച്ച് പോയത്. പക്ഷേ വാശി കാണിച്ചല്ല അവളെ ജീവിപ്പിക്കേണ്ടത്, അവളോടുള്ള സ്നേഹം കാണിച്ചാണ് ജീവിപ്പിക്കേണ്ടത്. അവളുടെ കൂടെ ഉണ്ടായിട്ടാണ് അവൾക്ക് ഒരു നല്ല ജീവിതവും അവസാന നിമിഷമാണെങ്കിൽ പോലും ഒരു നല്ല ജീവിതം കൊടുക്കാനും മുമ്പോട്ട് അവളെ ഹാപ്പി ആയിട്ട് വെക്കേണ്ടതെന്നും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഗീതുവാണെന്ന് ധ്യാൻ നമ്മുടെ ഗോവിന്ദേട്ടനോട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദിന് ഗീതുവിനോടുള്ള സ്നേഹം കൂടുകയും പെട്ടെന്ന് പുള്ളി ആ ഇമോഷണലി അങ്ങ് ഡൗൺ ആയിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.